നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ ഇറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. എടമുട്ടം സ്വദേശി 16-കാരനായ അസ്ലം എന്ന കുട്ടിയെയാണ് കാണാതായത്. തളിക്കുളം കൈതക്കലിൽ ഉള്ള ഓർഫനേജിലെ വിദ്യാർത്ഥിയാണ് അസ്ലം. 20ഓളം കുട്ടികളടങ്ങുന്ന സംഘമാണ് രാവിലെ 8 മണിയോടെ കടപ്പുറത്തെത്തിയത്. സവാദും കൂട്ടുകാരൻ അസ്ലമും ആണ് കടലിൽ ഇറങ്ങിയത്. കടലിൽ ഇരുവരും മുങ്ങിത്താഴുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സവാദിനെ രക്ഷപ്പെടുത്തി വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. അസ്ലമിനായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ഇത്തവണയും വലപ്പാട് ആശുപത്രിക്ക് സംസ്ഥാന ബജറ്റിൽ ഫണ്ട് വകയിരുത്താത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. 10,000ങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ജില്ലയിലെ MLA-മാരെയും ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും 3 വർഷം മുമ്പ് നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്ന് പറയുന്നു. നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്താൽ ഉടനെ പരിഹാരമുണ്ടാകുമെന്ന സർക്കാർ വാദം വിശ്വസിച്ച് അവിടെയും അപേക്ഷ കൊടുത്തു. ഒന്നും സംഭവിച്ചില്ല. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്ന് സമരസമിതി അഭിപ്രായപ്പെട്ടു. പ്രതിഷേധ ധർണ PN പ്രൊവിറ്റ് ഉദ്ഘാടനം ചെയ്തു. MA സലിം അധ്യക്ഷനായി. TA പ്രേംദാസ്, ND വേണു, VP രഞ്ജിത്ത്, KG സുരേന്ദ്രൻ, സരസ്വതി വലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. PC അജയൻ, വിജേഷ് തെക്കേടത്ത്, TK പ്രസാദ്, KB രാഗേഷ്, PR ജ്യോതിസ് എന്നിവർ നേതൃത്വം നൽകി. പുരാതനവും 14 തട്ടകങ്ങളുടെ അധിപതിയുമായ പുത്തൻപീടിക തോന്നിയക്കാവിൽ ക്ഷേത്രത്തിലെ അശ്വതിവേല ഈ മാസം 14-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടിയേറ്റത്തിന് ആവണങ്ങാട് കളരി രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 14-ന് രാവിലെ പള്ളിയുണർത്തൽ, 10:30-ന് 2500 പേർക്കുള്ള പ്രസാദവൂട്ട് ആരംഭിക്കും. തിരുവാതിരക്കളി, ഉച്ചതിരിഞ്ഞ് 4-ന് 3 ആനയോട് കൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ്, 6-ന് ദീപാരാധന, 8:30-ന് ഓച്ചിറ തിരുവരങ്ങ് അവതരിപ്പിക്കുന്ന നാടകം ആകാശം വരയ്ക്കുന്നവർ, രാത്രി 12-ന് ആലപ്പാട് നിന്ന് വിളക്ക് വരവ്, പൂരമെഴുന്നള്ളിപ്പ്, 15-ന് ഭരണി നാളിൽ വൈകിട്ട് 3-ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലവരവ് എന്നിവ ഉണ്ടായിരിക്കും. രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, പ്രസിഡന്റ് സത്യൻ മേലേടത്ത്, സെക്രട്ടറി KV ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് ബിജു അണ്ഡേഴത്ത്, സമിതി അംഗം M അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് അമാവാസി നാളിൽ നടത്തുന്ന ശക്തേയ പൂജയോടനുബന്ധിച്ച് മോഹിനിയാട്ട അവതരണം നടന്നു. കാലടി ശ്രീ ശങ്കര സർവകലാശാലയിലെ MA വിദ്യാർത്ഥിനികളായ V സുഷമ, ശ്രീലക്ഷ്മി നന്ദൻ, അനഘ, സാംഭിക്കൽ കൃഷ്ണ, അജിത്, കാർത്തിക, V നായർ എന്നിവർ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. തുടർന്ന് പത്മപ്രിയ ശ്രീകാന്തിന്റെ ഭരതനാട്യ കച്ചേരിയും സീതാരാമത്തിന്റെ തിരുവാതിരക്കളിയും നടന്നു. രാത്രി ദേവസ്ഥാനം കളിയരങ്ങിന്റെ കഥകളിയും അരങ്ങേറി. കലാകാരന്മാരെ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദർ സ്വാമികൾ ആദരിച്ചു. ദേവസ്ഥാനത്തെ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ ജാതിമതഭേദമില്ലാതെ കലാകാരന്മാർക്ക് സൗജന്യമായ കലകൾ അവതരിപ്പിക്കാമെന്ന് PRO ഹരിദാസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ LTF ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗം K വിനോദൻ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, CPI കാരമുക്ക് ലോക്കൽ സെക്രട്ടറി PB ജോഷി, CPIM കാരമുക്ക് ലോക്കൽ സെക്രട്ടറി VV പ്രഭാത്, CPIM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, VV സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അർഹതപ്പെട്ട നികുതി വിഹിതം നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള LDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബഹുജന സദസ്സ് വലപ്പാട് ചന്തപ്പിടിയിൽ CPI ജില്ലാ കൗൺസിൽ അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. CPIM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VR ബാബു, PA രാമദാസ്, TS മധുസൂദനൻ, PS സജിത്, ജിന ചന്ദ്രബാബു, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, CPI നേതാക്കളായ കിഷോർ വാഴപ്പുള്ളി, രാജൻ പട്ടാട്ട്, CPI LC സെക്രട്ടറി AJ സുഭാഷ്, ജിനചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ഗ്യാൻവാപി മസ്ജിദ് മതേതര പ്രതിരോധമാണ് പരിഹാരം. ISM വാടാനപ്പള്ളി യൂണിറ്റ് ഗ്യാൻവാഹി മസ്ജിദ് വസ്തുതകൾ വിശദീകരിച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു.
രാജ്യത്ത് സംഘപരിവാർ അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിലൂടെ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്നുള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെയാണ് രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. ISM കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് AY ഹർഷാദ് അധ്യക്ഷത വഹിച്ചു. ISM ജില്ലാ സെക്രട്ടറി PM അക്ബർ അലി ഉദ്ഘാടനം നിർവഹിച്ചു. ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പിള്ളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഗ്രസ് മത്സ്യത്തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി KV സിജിത്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നൌഫൽ, PA സുഹൈൽ, നൌഫൽ AG എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 600 വനിതാ ഗുണഭോക്താക്കൾക്ക് 2 മാസം പ്രായമുള്ള 5 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതം കൈമാറി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മണലൂർ വെറ്റിനറി സർജൻ ഡോക്ടർ അഞ്ജു അന്ന ജെയിംസ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, മെമ്പർമാരായ ഷോയ് നാരായണൻ, മരിയ ജിൻസി, രാകേഷ്, രതീഷ്, ഷെലി റാഫി, കൃഷ്ണേന്ദു, സിമി പ്രദീപ്, ധർമ്മൻ പറത്താട്ടിൽ, സിജു എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോയ ജന്മന കാഴ്ചക്കുറവുള്ള ഹരിതകർമ്മ സേനാംഗത്തിനെ പട്ടിയെ തുറന്നുവിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ചാഴൂർ സ്വദേശി പണ്ടാരിക്കൽ വീട്ടിൽ പ്രജിതയാണ് പ്രദേശവാസിയായ യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. പട്ടിയെ കൊണ്ട് മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രജിതയുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് ചാഴൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ മറ്റൊരു സ്ത്രീയോടൊപ്പം പ്രജിത SN റോഡിന് വടക്കുവശത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോകുന്നത്. കണ്ണമ്പുഴ ഡേവിസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നതിങ്ങനെ: കോണിംഗ് ബെല്ലടിച്ചപ്പോൾ ഡേവിസിന്റെ മകൾ വാതിൽ തുറന്നു. പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതും വാതിൽ മുഴുവൻ തുറന്ന് അകത്തുണ്ടായിരുന്ന പട്ടിയെ തുറന്നുവിട്ടു. പട്ടി കുറച്ച് ഓടിയെടുത്തപ്പോൾ പിടിച്ചുമാറ്റുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. അവർ പട്ടിയെ കൊണ്ട് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പട്ടി പ്രജിതയുടെ കഴുത്തിലേക്ക് ചാടിക്കയറി. ഇതോടെ പ്രജിത പുറകിലേക്ക് മറിഞ്ഞു വീണതായും പട്ടിയെ പിടിച്ചുമാറ്റാൻ പറഞ്ഞപ്പോൾ തന്റെ നായിയെ പട്ടിയെന്ന് വിളിച്ചെന്നും പറഞ്ഞ യുവതി പ്രജിതയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. വീടുകൾ ടാഗ് ചെയ്യുന്നതിനായി കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണും തകർന്നു. മറ്റു ഹരിതകർമ്മ സേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പ്രജിതയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രജിതയുടെ പരാതി പ്രകാരം ഇരിഞ്ഞാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇരുകൂട്ടരെയും അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയും മൊഴിയെടുത്തു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.